അങ്ങനെ കഴിഞ്ഞതായ ഈ 2024 ജനുവരി ഫെബ്രുവരി മാസം 18-ാം തീയതി ഞാൻ വെള്ളത്തിന് പൈസ അടയ്ക്കാനായിട്ട് ഇവിടെ വെള്ളയമ്പലത്തോട്ട് പോയി. പൈസ അടച്ചിട്ട് തിരിഞ്ഞതും പെട്ടെന്ന് എൻ്റെ കാലിലൂടെ ഒരു വേദന വന്നു. ഞാൻ കുഴഞ്ഞു വീണു. എനിക്ക് പെട്ടെന്ന് 2 അറ്റാക്ക് വരുവാനിടയായി. അവിടെ നിന്നവർ തന്നെ എന്നെ വേഗം എടുത്ത് ഇവിടെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ആട്ടോയിലോട്ട് കൊണ്ടുപോയി. അവിടെ വെച്ച് ഉടനെ തന്നെ 50,000 രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണമെന്നും എൻ്റെ ഫോൺ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഈ പല്ല് വന്ന് എൻ്റെ ഈ കവളിലോട്ട് ഇങ്ങനെ കുത്തിയിരിക്കുമായിരുന്നു. നാക്ക് ലേശം പുറത്തോട്ട് ചാടിയിരുന്നു. എല്ലാവരും വേദനയോടെ എൻ്റെ മകൻ ദൂരെയാണ്, മകളുടെ പാപ്പനം കൂടാണ്. അവിടുന്ന് ഡോക്ടർ എൻ്റെ നമ്പർ ഫോൺ എടുത്ത് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വിമല എന്ന ഒരു അമ്മച്ചി വന്നിട്ടുണ്ട്. അമ്മച്ചിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. നിങ്ങളാരാണ്? ഞാൻ മോളാണ്. ആ മോള് പെട്ടെന്ന് വരണം. 50,000 രൂപയുടെ ഇഞ്ചക്ഷൻ വെച്ചാൽ അവർ എണീറ്റ് നടക്കും. സംസാരശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, മേഡം എത്ര വേണമെങ്കിലും ഞങ്ങൾ സഹായിക്കാം. എൻ്റെ അമ്മയുടെ ജീവനെ എനിക്ക് മടക്കി തരണം. ഞങ്ങൾക്ക് ആശ്രയം മാമ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ ജീവനെ മടക്കി തരണമെന്ന് അവർ പറഞ്ഞു. ഞാനും എൻ്റെ ഉള്ളുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മരിച്ച് 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ച എൻ്റെ ദൈവം എന്നെയും ഉയർപ്പിക്കുമെന്ന് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ആശുപത്രിയിൽ കിടന്ന് ഞാനിങ്ങനെ എൻ്റെ ഉള്ളുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുകയാണ്. യഹോവയാകുന്ന പർവ്വതത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുകയാണെന്ന് ഞാൻ നിലവിളിച്ചു. പ്രിയമുള്ളവരെ, 9 ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ ICUവിൽ കിടന്നു. 2 ദിവസം വാർഡിലോട്ട് കിടന്നു. 3-ാം തീയതി എന്നെ വീട്ടിലോട്ട് വിട്ടു. അന്ന് അർദ്ധരാത്രി ആയപ്പോൾ എൻ്റെ ശരീരം മാസകാലം നീര് കൊണ്ടു. സംസാരശേഷി വരുന്നില്ല. മരുമകൻ ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മരുമകനും മോളും കരയുന്നു. രാത്രി 11 മണിയായപ്പോൾ എന്നെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ വീണ്ടും ഒരു സ്ട്രോക്ക് വന്നു. ഈ കൈക്ക് ഒരു ഭാരം. ആദ്യം ഈ കൈയും ഈ ഒരു സൈഡും ഒരു കാലും തളർന്നു. രണ്ടാമത് 10-13 ദിവസത്തിൻ്റെ ഈ സൈഡും തളർന്നു. പ്രിയമുള്ളവരെ, ഞാൻ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. പിന്നും ഞാൻ 6 ദിവസം ICUവിലായിരുന്നു. എല്ലാവരും എൻ്റെ മക്കളൊക്കെ ഉപവാസമെടുത്ത് ദൈവത്തോട് നിലവിളിക്കുകയായിരുന്നു. ഒരു ദിവസം മരുമകളും, ഒരു ദിവസം മോളുമായിരുന്നു. അങ്ങനെ എന്നെ ശുശ്രൂഷ ചെയ്തെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് പിന്നെ രോഗിയായി. 20 ദിവസത്തോളം മോളുടെ വീട്ടിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ പട്ടത്താണ് താമസിക്കുന്നത്, മരപ്പാലം. അവിടെ എന്നെ കൊണ്ടാക്കി. അവിടെ എനിക്കൊരു സ്ഥാപനമുണ്ട്. അത് നടത്തിക്കൊണ്ട് പോകുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വേണം. അതുകൊണ്ട് അമ്മ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കൊണ്ടാക്കി. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രസംഗങ്ങളിട്ട് TV-യിലൂടെ പ്രസംഗമിട്ട് എപ്പോഴും ദൈവത്തോട് കടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഭക്ഷണമൊക്കെയും ജോലിക്കൊണ്ട് ഒരു ചേച്ചിയോട് അവൾ കൊണ്ടിക്ക് കൊണ്ട് തരും. എൻ്റെ മക്കൾ ഒന്നരട വന്നുകൊണ്ടിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ ബ്രദറിൻ്റെ സാക്ഷി ഞാൻ കേട്ടു, പ്രസംഗം കേട്ടു. ശാലോം ഹോസ്പിറ്റലിൻ്റെ സാധനത്തിൻ്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുവാനിടയായി. വേറൊരു ബ്രദറും ഒരു മകനും പിന്നെ കുറേ ദൈവത്തിൻ്റെ ദാസന്മാരുടെ പ്രസംഗം കേട്ടു. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. എന്നെ അതുവരെയും വടിയിലാണ് ഞാൻ നടക്കുന്നത്. ഞാൻ വടിയിൽ നിന്ന് എണീറ്റ് വരാൻ വരും. ഞാൻ ഭാഷൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലോട്ട് കിട്ടി. ഞാൻ വിളിച്ച ഉടനെ തന്നെ ഭാഷ എന്താ എവിടെ നിന്നാണ്, ഞാൻ സഹോദരി എന്ത് പറയണം, അതിങ്ങനെയാണ് ഭാഷ, ഇനി അസുഖമില്ല അടക്കുകയാണ്. എനിക്കിന്നെ പെട്ടെന്നൊരു സ്റ്റോക്ക് വന്നു. വേറെയും വലിയ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലും ഒരു ചെറിയ കാര്യം ഭാഷയോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. ഭാഷ വരണമെന്ന് പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ സഹോദരി എന്ന് പറഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞു, 4 ആഴ്ച കഴിഞ്ഞു. ഞാൻ പിന്നെയും ഒരു പ്രാവശ്യം വിളിച്ചു. അപ്പോഴും ഭാഷ വിടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, സന്തോഷം ഞാൻ കാണുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച, ഇന്ന് 3-ാമത്തെ ഞായറാഴ്ചയാണ്, ഇവിടെ വന്ന് ഉപവാസ പ്രാർത്ഥന. ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല, അത്യാവശ്യമായ ഒരു കാര്യത്തിലേക്ക് പോയി. ഞാൻ പകൽ ആരാധനയിൽ പങ്കെടുത്തു. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ശബ്ദം ശരിയായിട്ട് വന്നു തുടങ്ങി. ഹല്ലേലൂയ. അതുവരെ എനിക്ക് പാടുവാൻ പറ്റത്തില്ല. വായിലിങ്ങനെ ഉമിനീര് വന്ന് കട്ടിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പാടുവാനും ഉപവസിക്കുവാനും ആത്മാവ് കൊണ്ട് എൻ്റെ ദൈവത്തെ ആരാധിക്കുവാനും എനിക്ക് സാധിച്ചു. ഞാനിപ്പോൾ നല്ലവണ്ണം നടക്കുന്നുണ്ട്. ഈ മുട്ടിലിങ്ങനെ കൈ കൊടുത്താണ് ഞാൻ നടന്നു വന്നത്. എൻ്റെ യഹോവ എന്നെ കരം പിടിച്ചു ഉയർത്തി. യഹോവയാകുന്ന പാറമേൽ എന്നെ നിർത്തി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രാർത്ഥനയിലും ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു സാക്ഷി അനുഗ്രഹമായി തീരട്ടെ എന്ന് യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ
ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനെ സ്തോത്രം ചെയ്യാം. ആമേൻ. മാർച്ച് മാസത്തിൽ ആമേൻ ഇടുക്കിയിൽ നടന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കണ്ടിട്ടാണ് ഈ പ്രിയപ്പെട്ട മാതാവ് നമ്മുടെ കർത്തദാസനുമായി ബന്ധപ്പെട്ടത്. അനേകർ വിമർശിക്കുകയും അനേകർ കണ്ട ഒരു സാക്ഷ്യം കൂടിയാണത്. ആ സാക്ഷ്യപ്രകാരമാണ് നമ്മുടെ കർത്തദാസനും മകനും കൂടി ഇടുക്കി ഭാഗത്ത് ആമേൻ നടക്കാൻ കഴിയാതെ ആമേൻ ഭാരപ്പെട്ട ഒരു സഹോദരിയെ ആമേൻ പ്രാർത്ഥനയിലൂടെ നടക്കുവാൻ ആമേൻ നാളുകളായി ഭാരപ്പെട്ട് നടക്കാൻ കഴിയാതെ ഭാരപ്പെട്ട വിഷയത്തിൽ മധ്യേ ആമേൻ കർത്തദാസനും മകനും കൂട്ടു സഹോദരങ്ങളും പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ നടക്കുവാനായി സാധിച്ചു. ആ സാക്ഷ്യം കണ്ടിട്ടാണ് ഇന്ന് ഈ പ്രിയപ്പെട്ട മാതാവ് നമ്മുടെ കർത്തദാസനെ ബന്ധപ്പെട്ടത്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ആമേൻ ഇന്ന് ഈ സഭയുടെ മധ്യത്തിൽ നമുക്ക് ആമേൻ വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യം നാം കേട്ടു. ആ സാക്ഷ്യവുമായി ബന്ധപ്പെട്ട് ആമേൻ ഇന്ന് ആമേൻ കഴിഞ്ഞ പാടുവാൻ കഴിയാതെ സംസാരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ എന്റെ ദൈവം വലിയ പ്രവർത്തിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഈ അത്ഭുതം ചെയ്യും. ആമേൻ. മാനിക്കും. ആമേൻ. ഈ സാക്ഷ്യത്താൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.